നാട്ടിൽ നമ്മളെ വയനാട്ടിൽ സംഭവിച്ച പോലെ തന്നെ നമ്മളെ കോഴിക്കോട് വെലങ്ങാട് എന്ന സ്ഥലത്തും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളെ ആ സമയത്ത് തന്നെ ഒരു 100ഓളം ആൾക്കാർ നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒരു 12-13ഓളം വീട് നാശമായിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടത്തേക്കുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ഒരു ഫുഡും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവനാംശം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കിട്ടാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് മാക്സിമം ആളുകൾ ഇപ്പോൾ അവിടെ ഫുഡിനാണെങ്കിലും ശരി മറ്റുള്ള വിഭവങ്ങൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്, നമ്പറും കൊടുക്കുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം തന്നെ അങ്ങോട്ട് സഹായം ഏറ്റവും യോഗ്യമായിട്ടുള്ള അതിനു വേണ്ടി ചോദിക്കുന്ന ആളുകളാണ്. നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വയനാട്ടിലേക്ക് പോകാൻ സന്നദ്ധരായിട്ട് ഇരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് നമുക്ക് ഇവർ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം കൂടെ നമ്മളിൽ പെട്ടതാണ്. അപ്പോൾ മാധ്യമ ശ്രദ്ധ വളരെ എത്താത്തൊരു പ്രദേശമാണ്. അപ്പോൾ ഇത്രയും കുടുംബങ്ങൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ആ നാട് മൊത്തത്തിൽ ഒലിച്ചു പോയൊരവസ്ഥയാണുള്ളത്. അപ്പോൾ എല്ലാവരും സഹായിക്കണം.